നാളെ നല്ല മുടിയാണല്ലോ മുടി കത്തി അങ്ങ് പോയി ചിലപ്പോൾ അതുകൊണ്ട് അല്ലേ പറയാൻ പറ്റത്തില്ല. അങ്ങനെയൊന്നും പറയില്ല. ഇപ്പൊ സാറിന് മീശ നല്ലല്ലേ ഞാൻ പറയുമോ? അല്ല ഒന്നും പറയാൻ സൂക്ഷിച്ച് സേവി അല്ലെ മൂല അങ്ങ് പോകും. അല്ല ഒരു കാര്യം പറഞ്ഞ സാറേ, ഇപ്പൊ ഇവിടെ വന്നില്ലേ സാറ് ആദ്യമേ, ഞാൻ എന്തേരം പറഞ്ഞ ഷർട്ട് നല്ലതാന്ന് പറഞ്ഞായിരുന്നു. അമ്മ സത്യം ഞാൻ പറഞ്ഞു. അല്ല പ്രേക്ഷകർ ഇത് കണ്ടു കാണത്തില്ല. ഞാൻ വേണമെങ്കിൽ ആദ്യം ഇട്ട ഷോട്ട് ഒന്ന് കാണിച്ചു. വേറൊരു ഷർട്ട് നമ്മൾ ഇട്ടുകൊണ്ട് വന്നപ്പോ നല്ല ഷർട്ടായിരുന്നു. അത് നമ്മുടെ ക്യാമറയിലെ നമ്മുടെ ചീഫ് ക്യാമറമാൻ പ്രമോദ് നോക്കിയിട്ട് പറഞ്ഞേ ഇത് കത്തിപ്പൊക്കേറുന്നു പറഞ്ഞു. ഊരണ്ടി വന്നു. ഷാജി എന്താ മനസ്സിൽ വിചാരിച്ചപ്പോ? അല്ല അവര് പറഞ്ഞപ്പോ കത്തി കേറുന്നാ പറഞ്ഞത്. അതെ, ഞാനൊരു നോട്ടം പോയാൽ അത് കത്തി പോയാലും സംഭവം സൂപ്പറായി, കിടിലമായി. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അർത്ഥവത്തായ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള സിനിമയിൽ അഭിനയിച്ചല്ലോ കരിങ്കണ്ണൻ. അതെ അതെ, അതാ പറഞ്ഞത്. ഞാൻ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഞാനത് പറഞ്ഞപ്പോഴേ ഞാൻ ഓക്കെ പറഞ്ഞു. ആ പടത്തിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴേ എന്റെ കഥയാണോ എന്ന് ചോദിച്ചോ? അപ്പൊ എനിക്ക് തോന്നി എന്റെ കഥയാണ്. കാരണം അതിൽ അങ്ങനെ, പക്ഷെ ആ സിനിമയിൽ നമ്മൾ ഒരിക്കലും പറയണില്ല. പറയൂന്നുള്ള പേടിയേ ജനങ്ങൾക്കുള്ളൂ. ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് അത് പറയണുള്ളൂ. പക്ഷെ അത് വലിയ ദുരന്തത്തിലേക്കാണ് പോണത്. അങ്ങനത്തെ ഒരു സബ്ജക്ട് ചേട്ടൻ പറയണ്ട, നോക്കിയാ മതി. അത് മതി. ഈ സ്വന്തം കഥയായിട്ട് പക്ഷെ നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി കാണത്തില്ല. ഈ അമർ അക്ബറിൽ ദുരന്തം എന്റെ പേര്. ദുരന്തം. അങ്ങനെ എല്ലാ ഇപ്പൊ പറഞ്ഞ പോത്തും തലേന്ന് എന്റെ പേരാണ് സിനിമയില. പോത്തും തല. എന്താ വീണ ഇത്? നല്ലൊരു മനുഷ്യൻ. അത് രൂപസ്വഭാവം വെച്ചല്ലേ ഇടാൻ പറ്റുള്ളൂ. ഞാനത് അംഗീകരിച്ചു. അംഗീകരിക്കണമെന്നോ? അംഗീകരിക്കണം, വിഷമിച്ച് പറയല്ലേ. അതെ അതെ, ലാസ്റ്റ് പൊടിക്കാൻ പറ്റും. അപ്പൊ ഈ അങ്ങനെയുള്ള പേരുകളും ഇതുകളൊക്കെ എനിക്ക് വന്നത് ഇപ്പൊ മാൻവേട്ടാന്ന് തോന്നി ഇപ്പൊ തുടങ്ങാൻ പോണ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇനി നിങ്ങളെടുത്ത് ഇയാളെ മുഴുവൻ എന്നെ കുറ്റ പറയുന്നത്, എന്നാലും നല്ലവരും പറയണല്ലോ. അല്ല, ചേട്ടന് ഒത്തിരി എന്താ പറയാ സോഷ്യൽ ആക്ടിവിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ മീൻ ഒരുപാട് നല്ല കാര്യങ്ങൾ, പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക. അത് എനിക്കൊന്നും ഈ ചെയ്തു കൂട്ടിയ പാവങ്ങളൊക്കെ എവിടെ തീരണ്ടേ? അല്ല, അങ്ങനെ എല്ലാ വർഷവും 10 ലക്ഷം കൊണ്ട് പാപം തീർക്കാൻ പറ്റും എനിക്ക്. ഞാനൊരു വീട്ടിൽ ക്യാൻസർ പേഷ്യന്റ് ഇവിടെ മരട്ടി തന്നെയുള്ള, അപ്പൊ ഞാനും വൈഫും കൂടി ചെന്നിട്ട് നമുക്ക് മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാന്ന് ഞങ്ങൾ ചെന്ന് കാണാൻ. അവിടെ ചെന്നപ്പോ ഫ്ലെക്സ് ഇട്ടേക്കണ ഒരു വീട്, അതിനകത്ത് ഒത്തിരി സൗകര്യം ഇല്ല. അതിനകത്ത് കിടക്കണം ഈ പേഷ്യന്റ്. 2 പെൺകുട്ടികൾ, +2 പഠിക്കുന്ന 2 പെൺകുട്ടികൾ. ഇവർ രണ്ടുപേരും ടോയ്ലറ്റിൽ പോകണം. അതിരാവിലെ എണീറ്റ് വെട്ടം വീണ് ഇപ്പോൾ പറമ്പിൽ പോകണം. പിന്നെ ഈവനിങ്ങും അതുപോലെ തന്നെ പോകണം. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു നമുക്കൊരു കട്ടിൽ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു, കട്ടിലേക്ക് കിടത്താന്ന് പറഞ്ഞു. ആ വൈഫ് എടുത്ത് വയ്ക്കുമ്പോൾ നമുക്കൊരു ചെറിയ വീട് വെച്ച് കൊടുത്താലാന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് കൂടി വീട് വെക്കാൻ നമുക്ക് ഞങ്ങളുണ്ടാവും. ഒരു കല്ലെടുക്കാൻ ഒരാൾ വെച്ചുണ്ടാവും. ടച്ച് കാശ് ഒന്നും കൊടുക്കണ്ട, എല്ലാം നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഫസ്റ്റ് കല്ലിട്ടെന്ന് ഈ പറഞ്ഞ ആൾക്കാരെ കണ്ടാ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഞാൻ തനിയെ പരിപാടിയുടെ എല്ലാം കൊടുത്ത് വീട് വെച്ച് കൊടുത്തു. ഷാജി, ദി അതർ ഫേസ് ഓഫ് ദ ഷാജി. ആ സമയത്തൊക്കെ ഉണ്ടല്ലോ, എന്നെ കോളേജിലൊക്കെ ഉദ്ഘാടനത്തിന് വിളിക്കുമ്പോൾ പിള്ളേർ പറയും ചേട്ടാ പൈസ ഒന്നുമില്ല, ഒന്ന് വന്നിട്ട് പോകുന്ന. പൈസ വേണ്ട, ഒരു 10 ഏക്കർ സിമെന്റ് എടുത്ത് തന്നായെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് ഒരു സ്ഥലത്തേക്ക് ഒരു ഓർഫനേജ് ഉണ്ട്, അവിടെ അരി എടുത്തു കൊടുക്കുമെന്നൊക്കെ പറയും. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഒരു ഫംഗ്ഷൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ഥലത്തേക്ക് നിങ്ങൾ ഒരു അരി എടുത്തു കൊടുത്തേക്കുമെന്ന് ചോദിച്ചു. അവർ വേറെ ആളെ വിളിച്ചിട്ട് പറയട്ടാ ആഷാന ഷാജിനെ ഉദ്ഘാടനം വിളിച്ചോ വീട്ടിലേക്ക് അരി എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞത് എന്താ ആൾക്കാർ പറയുന്നത്. ഈ ഒരാൾ അന്വേഷിച്ചായിരുന്നു, നമ്മുടെ ബെഹ്റ സാർ. എനിക്ക് ഷാജി ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നറിയോ, ലോക്നാഥ് ബെഹ്റ സാറിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയി. ബെഹ്റ സാറിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല പോലീസ് ഓഫീസർമാർ ശ്രമിച്ചു. നമ്മളൊരു ഈ ഇന്റർവ്യൂ നടക്കാൻ പാടില്ല, കാരണം ഒരു മിമിക്രി ആർട്ടിസ്റ്റ്, അയാൾക്ക് മിമിക്രിയാണ്, അയാൾക്ക് എന്ത് ഹാസ്യകല പരിപാടിയും കാണിക്കാം. യു ആർ ദ DGP ഓഫ് ദി സ്റ്റേറ്റ്, അതുകൊണ്ട് ചെയ്യുന്നു. ഉള്ളി പക്ഷേ ഭയങ്കരമായിട്ട് ഹ്യൂമറൊക്കെ എൻജോയ് ചെയ്യുന്ന ഭയങ്കര സഹകരണമായിരുന്നു അല്ലേ? മാത്രമല്ല അത് കണ്ടു കഴിഞ്ഞാൽ പക്ഷേ DGP മാറിപ്പോയിരുന്നു. അല്ല ഞാൻ ചോദിക്കട്ടെ, ബെഹ്റ സാറിന്റെ അപരനാണ് ഞാനെന്ന് പറഞ്ഞു. എന്റെ അപരം ബെഹ്റ സാറാ, ഞാനല്ലേ ആദ്യം വന്നത്. അത് കഴിഞ്ഞല്ലേ സാറ് എന്നെ വെച്ചിട്ടാണ് സാറ് ഹിറ്റായത്. അടുത്ത DGP വന്നപ്പോഴത്തേക്ക് കലിംഗ ശശിധരൻ, മറ്റേ ചെമ്പിൽ അശോകൻ കറക്റ്റ് സിനിമ ആർട്ടിസ്റ്റുകളുടെ ഫിഗർ ഉള്ളവരെ ഇവര് കൊണ്ടുവന്നത്. ചിലപ്പോൾ അതായിരിക്കും. അല്ല, എൻ്റെ അടുത്ത് ഈ ഇന്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിലാണല്ലോ പോയത്. പോയി കഴിഞ്ഞ് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ വിളിച്ചു. നിങ്ങൾ ശരിക്കും ഒരു പോലീസ് അധികാരിയെ കളിയാക്കുക ചെയ്തത്. ഞാൻ നിങ്ങൾക്കത് ഫീൽ ചെയ്തോന്ന് ചോദിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ വീട്ടിലിരിക്കുമ്പോഴെങ്കിലും ആ തൊപ്പി ഒന്ന് എടുത്ത് മാറ്റിയിട്ടിരിക്കണം. കാര്യം ഈ പോലീസ് ഓഫീസർ ആയുള്ള ഒരു ചെറിയ പ്രശ്നം, ഈ തൊപ്പി എപ്പോഴാണ് നോർമൽ ആവുന്നില്ല. വീട്ടിൽ ചെന്ന് കോഫി എടുക്കൂ, ഇങ്ങനെ കംപ്ലീറ്റ് അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ലല്ലോ. വീട്ടിൽ ഈ TV കണ്ടപ്പോഴും ഇങ്ങനെയാന്ന് പറഞ്ഞു. ഞാൻ വേറെ സാറിനെ വിളിച്ചു. സാറിന് എന്തെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല, വണ്ടർഫുൾ മാൻ എന്നാ പറഞ്ഞത് ഷാജിയെ കുറിച്ച്. എനിക്ക് പിന്നീട് സംശയം തോന്നി, ഷാജി ഈ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നതിന്റെ വണ്ടറാണോ എന്നുള്ളത്. ഞാൻ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടല്ലേ സാറ് ജോലി ഇതായത്, അത് റിട്ടയർ ചെയ്ത്
അതാ ഞാൻ പറഞ്ഞത്, സാറിന് ഷാജിയുടെ മാത്രമല്ല അറിയാത്തോണ്ടാ ഈ ഷാജി ഷാജിയുടെ ഇത് പലിക്കാത്തത് ഏക കക്ഷി അദ്ദേഹത്തിനാണെന്ന് അതെ. കാര്യം അറിയോ എനിക്ക് ഭയങ്കര മെട്രോ റെയിലിന്റെ MD ആയിട്ടിരിക്കുക എനിക്ക് ഭയങ്കര അല്ലെങ്കിൽ അപ്പോഴേ പോയനെ ആവശ്യമില്ലാത്തൊന്നും പറയണ്ടേ. വേറെ സാറിനെ ബഹുമാനിച്ച് എന്നാലും ആലോചിക്കാവൂ സാറിന് എന്തെങ്കിലും കിട്ടി പോകും ചില അങ്ങനെ എല്ലാവരും ഇല്ല, ചില അധ്യാപകര് സ്കൂളിൽ ഷാജി സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ അധ്യാപകർ പേടിയായിരുന്നിരിക്കുമല്ലോ നോക്കിയാ പോരെ ഇല്ല അന്നില്ലേ ഒന്നുമില്ല. അന്ന് ഈ പ്രശ്നം ഈ വീണയൊക്കെ പരിചയപ്പെട്ടതിന് ശേഷം അല്ലല്ല, ഞാൻ വരുന്നതിന് മുന്നേ പാഷാണ ഷാജി എന്ന് പറഞ്ഞൊരു സ്കിറ്റ് ചേട്ടൻ ചെയ്തിട്ട് അങ്ങനെ ഹിറ്റായിട്ട് അങ്ങനല്ലേ ചേട്ടൻ അസുഖം വരുന്നത്. അതെ ഈ അസുഖം പിന്നെ അങ്ങനെ വന്നതാണ്. Rega, rega, maga, 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 rega, rega, rega.